സമ്പന്ന കുടുംബങ്ങളിൽ മുൻപന്തിയിലുണ്ടായിരുന്ന കൂടം തറവാട് 1991 മുതൽ 2017 വരെയുള്ള 26 വർഷങ്ങൾക്കിടയിൽ കൂടം തറവാട്ടിൽ മരണവലയിൽ വീണത് 7 കുടുംബാംഗങ്ങൾ. ആദ്യമായി മരണപ്പെടുന്നത് ഗൃഹനാഥനായ ഗോപിനാഥൻ നായരുടെ മകൾ 22 വയസ്സുകാരി ജയശ്രീ. അന്നത് സ്വാഭാവിക മരണമായി കണക്കാക്കി. രണ്ടാമത്തെ മരണം നടക്കുന്നത് 1992 ജയശ്രീ മരിച്ചതിന്റെ അടുത്ത വർഷം തന്നെ സഹോദരൻ ജയബാലകൃഷ്ണൻ മരണപ്പെടുന്നു. ആ മരണത്തിലും അസ്വാഭാവികതയൊന്നില്ലായിരുന്നു കണ്ടെത്തൽ. 1993 കുടുംബത്തെ ഞെട്ടിച്ചുകൊണ്ട് ഗോപിനാഥൻ നായരുടെ സഹോദരൻ ഉണ്ണികൃഷ്ണൻ നായർ മരണപ്പെടുന്നു. 3 വർഷത്തിൽ തുടർച്ചയായ 3 മരണങ്ങൾ. 5 വർഷങ്ങൾക്ക് ശേഷം 1998 കൂടത്തിൽ തറവാടിലെ ഗൃഹനാഥനായ ഗോപിനാഥൻ നായർ മരണപ്പെടുന്നു. 2 വർഷത്തിനു ശേഷം 2000 അദ്ദേഹത്തിന്റെ മകൾ സുമുഖിയമ്മയും മരണപ്പെട്ടു. ഈ ദുരൂഹ മരണങ്ങളൊന്നും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ആരും തന്നെ വന്നില്ല എന്നതാണ് കൊലപാതക പരമ്പരയ്ക്ക് ദൈർഘ്യം കൂട്ടിയത്. സുമുഖിയമ്മയുടെ മരണം നടന്ന് 12 വർഷങ്ങൾക്ക് ശേഷം മകൻ ജയപ്രകാശിനെ രക്തം ഛർദ്ദിച്ചു മരിച്ച നിലയിൽ കാണപ്പെടുന്നു. ഈ കൊലപാതക പരമ്പരയുടെ അവസാന ഇര ഗൃഹനാഥനായിരുന്ന ഗോപിനാഥൻ നായരുടെ സഹോദരൻ ഉണ്ണികൃഷ്ണൻ നായരുടെ മകൻ ജയമാധവനാണ്. 2017 മരണം. കൂടം തറവാട്ടിലെ അവസാന കണ്ണിയായിരുന്നു ജയമാധവൻ. ശാരീരികമായി ആരോഗ്യവാനായിരുന്നെങ്കിലും ചില മാനസിക പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനാൽ തന്നെ തന്റെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് നോക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. ജയമാധവൻ നായരെ തലയ്ക്ക് പരിക്കേറ്റ നിലയിൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ച കൂടം തറവാട്ടിലെ കാര്യസ്ഥൻ ജയമാധവൻ കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റതാണെന്ന് പറയുന്നു. എന്നാൽ പരിശോധനയിൽ തലയ്ക്ക് ശക്തമായി അടിയേറ്റതാണ് മരണകാരണമെന്ന് തെളിയുന്നു. പോലീസ് തറവാട്ടിൽ നടത്തിയ പരിശോധനയിൽ രക്തം പുരണ്ട തടിക്കഷ്ണം കണ്ടുകിട്ടുന്നു. അതോടെ കൊലപാതകമാണെന്ന് തെളിയുന്നു. അതിനിടയിൽ കൂടം തറവാടുമായി യാതൊരു രക്തബന്ധവുമില്ലാത്ത കാര്യസ്ഥൻ രവീന്ദ്രൻ നായർ വ്യാജരേഖകൾ ഉപയോഗിച്ച് 100 കോടിക്ക് മുകളിൽ വരുന്ന കൂടം തറവാടിന്റെ സ്വത്തുക്കൾ തന്റെ പേരിലാക്കുന്നു. പിന്നീടുള്ള കണ്ടെത്തലിൽ 10ഓളം പ്രതികൾ കൊലപാതകത്തിന് പിന്നിൽ ഉള്ളതായി കണ്ടെത്തി. എന്നാൽ അവരെല്ലാം ഉന്നതരായതിനാൽ കേസ് നാൾക്കുനാൾ മാറ്റിമറിക്കപ്പെട്ടു.